വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാഗി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിൽ കൂടുതൽ ഓയിലൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ചോപ്പറിലാണ് ചെയ്തെടുക്കുന്നത്. 2 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് സോസേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ സോസേജ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഈ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. സോസേജിന് പകരമായിട്ട് ചിക്കൻ വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ മാഗിയുടെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ ആ പാക്കറ്റിൽ വെച്ചിട്ട് തന്നെ ചപ്പാത്തിക്കോല് കൊണ്ടൊന്ന് ഇടിച്ചു കൊടുത്താലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞുകൊണ്ട്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരണം. ആ സോസേജിൻ്റെയൊക്കെ നനവ് കൊണ്ട് മാഗിക്ക് കുറച്ചൊന്ന് നനവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നൂഡിൽസിൻ്റെ ആ പാക്കറ്റിൻ്റെ ഒപ്പം വരുന്ന ആ ഒരു എരിവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എരിവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ആ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നൂഡിൽസിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ള ഓയിലാണിത്. അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്കിനി ഒരു വലിയ മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അതൊന്നും ബൈൻഡായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകമായി കിട്ടണം. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നനവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മുട്ട കൂടി പോകണ്ട. ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ, 2 ടേബിൾ സ്പൂൺ വേണമെന്നില്ല, 1 ടേബിൾ സ്പൂണൊക്കെ മതി. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നൂഡിൽസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിൽ ഭാഗം ഒന്ന് കുക്കാവാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നൂഡിൽസിൻ്റെ ഒക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം ഇത് 5 മിനിറ്റ് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റൊക്കെ ആ താഴ്ഭാഗവും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് വേവിക്കാം. ഇപ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ട്. താഴ്ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. താഴ്ഭാഗവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂട് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല.
ചൂടോടെ തന്നെ കെച്ചപ്പിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ മയണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് പുറമേ, ഉള്ളിൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്